അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പം നിൽക്കുന്നത് വാഴൂർ സോമൻ്റെ മണ്ണിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ K. സലീം കുമാറാണ്. വാഴൂർ സോമൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയെ ഈ മേഖലയിലേക്ക്, നമ്മുടെ പീരുമേട് മേഖലയിലേക്ക് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷമാണ് വികസന പ്രവർത്തനങ്ങൾ. ഒപ്പം ജനങ്ങൾ എങ്ങനെ കാണുന്നു, മറ്റുള്ളൊരു മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷേ വാഴൂർ സോമൻ്റെ നിര്യാണത്തിന് ശേഷവും ഈ മണ്ഡലത്തിലുടനീളം എപ്പോഴും ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പീരുമേട് നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ അറിയാവുന്നൊരു ആൾ കൂടി ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം? നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ LDF എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നാടിൻ്റെ വികസനമാണ്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ വോട്ടർമാരോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം CA കുര്യൻ, അതുപോലെ തന്നെ പിന്നീട് ബിജിമോള് 15 വർഷക്കാലം, വാഴൂർ സോമൻ സഖാവിൻ്റെ 4.5 വർഷക്കാലം, ഒരു തുടർച്ചയാണ് നമ്മുടെ പീരുമേടിൻ്റെ വികസനം. വാഴൂർ സോമൻ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനം നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആ വികസന തുടർച്ച ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. പുതിയ വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. വികസന തുടർച്ചയ്ക്ക് വേണ്ടി LDFന് വോട്ട് ചെയ്യുക. പൂർത്തിയാകാനുള്ളതും പൂർത്തിയാക്കാമെന്ന് നമ്മൾ കരുതുന്നതും പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എന്തായാലും നമ്മൾ ഈ തോട്ടം മേഖല തന്നെ ഉള്ളതുകൊണ്ട് തന്നെ തോട്ടം മേഖല പ്രതിസന്ധിയിലാണ്. അപ്പം അതിന് നമ്മൾ ഏത് രീതിയിലാണ് തോട്ടം തൊഴിലാളികളോട് നമുക്ക് എന്താണ് അതിനകത്ത് പറയാനുള്ളത്? തോട്ടം തൊഴിലാളികളെ എന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമാണ്. അതിൽ തോട്ടം തൊഴിലാളികൾക്കോ മറ്റുള്ളവർക്കോ യാതൊരു സംശയത്തിൻ്റെ ഇട നൽകേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് പ്രധാനമായി പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് പീരുമേടിലെ തോട്ടവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ചില കോടതിയിൽ നിൽക്കുന്ന ചില കേസുകൾ നമ്മുടെ തോട്ടം പ്രശ്നം പരിഹരിക്കുന്നതിന് ചില തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒട്ടനവധിയായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് തോട്ടം തൊഴിലാളികൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പീരുമേട് തോട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സഖാവ് വാഴൂർ സോമൻ MLA എന്ന നിലയിൽ നമ്മുടെ തോട്ടം തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നൊരാവശ്യം ഗവൺമെൻറ്റിന് മുമ്പിൽ, തൊഴിൽ വകുപ്പിന് മുമ്പിൽ കൊണ്ടുവന്നു. അത് ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കുക മാത്രമല്ല ചെയ്തത്. പീരുമേടിലെ തോട്ടം തൊഴിലാളികളുടെ ലയം നവീകരിക്കാൻ വേണ്ടി 20 കോടി രൂപ അനുവദിച്ചു. അപ്പം നമ്മുടെ പീരുമേട്ടിലെ ഒട്ടനവധിയായ ലയങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു. വലിയ സന്തോഷത്തിലാണ് തോട്ടം തൊഴിലാളികൾ. ആ പൈസ നമ്മൾ കൂടുതൽ ബാക്കിയുള്ള തൊഴിലാളികൾക്കും കൂടി കൊടുക്കുമ്പോൾ അവരുടെ താമസ സൗകര്യം, അവരുടെ ജീവിതം തന്നെ ശോഭയുള്ളതായി മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പല തോട്ടങ്ങളിലും ഉണ്ടായിരുന്ന ചെറുതായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ചില തോട്ടങ്ങൾ തുറക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടതിൻ്റെ ഭാഗമായി ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തോട്ട ഉടമകളെ വിളിച്ചു ചേർത്ത് തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് തോട്ടം തൊഴിലാളികളുടെ ശമ്പളം കഴിഞ്ഞ ഡിസംബർ 31 അവസാനിച്ചത് പരിഷ്കരിക്കണമെന്നതിനുള്ള ചർച്ച ആരംഭിക്കുകയും ആ ചർച്ചയുടെ രണ്ടാം ഘട്ട ചർച്ചയിൽ തന്നെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് തോട്ട ഉടമകളുമായി ചർച്ച ചെയ്ത് 48 രൂപ തോട്ടം തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് അത്തരം ഒരു നടപടി ഉണ്ടായതും അങ്ങനെ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടി ഈ അവസരം പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതെന്താണെന്നറിയാമോ? തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീടും കൊടുക്കാനുള്ള ഒരു നടപടിക്രമവും നമ്മുടെ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന നടപടിയുടെ ഭാഗമായിട്ട് വേണം കാണാൻ. തൊഴിലാളികൾ സംതൃപ്തരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളും അതുപോലെ തോട്ടം തൊഴിലാളികളും സംതൃപ്തരാണ്. അതവർ LDFനോടൊപ്പമാണ്. വേറെ സ്വകാര്യമായൊരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ കുടുംബപരമായോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളല്ലോ, ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആളല്ലോ, എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്? ഇപ്പം ഇതുവരെ ഉള്ള രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ ഈ മണ്ഡലത്തിലെ ഒരു കുടുംബാംഗമായി എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലൂടെയും ഇപ്പോൾ യാത്ര ചെയ്യും, വോട്ട് അഭ്യർത്ഥിച്ചു പോവുകയും ആളുകളെ കാണുകയും ചെയ്തപ്പോൾ ഒരു കുടുംബാംഗത്തെ പോലെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. മാതാപിതാക്കളാണെങ്കിൽ മക്കളെ അനുഗ്രഹിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സഹോദരിമാരായാലും കുട്ടികളായാലും കുടുംബത്തിലൊരു അംഗത്തെ പോലെ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ 40 വർഷക്കാലമായി ഇടുക്കി ജില്ലയിലെ പൊതുപ്രവർത്തന രംഗത്ത്, വിശേഷിച്ചും തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഭൂപ്രശ്നമായിക്കോട്ടെ,
ഏത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ പരിഹരിക്കുന്നതിന് വേണ്ടി LDFന്റെ കൺവീനർ എന്ന നിലയിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരു കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ ആകമാനം വിഷയങ്ങളിൽ അവരോടൊപ്പം നിന്നൊരാളാണ്. പീരുമേട്ടിലെ സഖാവ് വാഴൂർ സോമൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, AITUCക്ക്, ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദന ഉണ്ടാക്കുന്ന വേർപാടാണ്. ആ വേർപാടിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ഒഴിവ്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ സ്പീക്കർ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മറ്റ് CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ഡലത്തിൽ നേരിട്ടിടപെട്ട് വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തടസ്സമില്ലാതെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായി എപ്പോഴും ഞാൻ ഈ പീരുമേട്ടിൽ എല്ലാവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വിജയപ്രതീക്ഷയും കൂടെ എങ്ങനെയാണ്? ഇപ്പോൾ വാഴൂർ സോമൻ 1800 ശിഷ്ടം വോട്ടിനാണ് വിജയിച്ചത്. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമതൊരു ഗവൺമെൻറ് വരുന്നതിൻ്റെ അകത്ത് പീരുമേട്ടിൽ നിന്നും LDFന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഞാനുണ്ടാവും. അതോടൊപ്പം ഞാൻ പറയുന്നു, മുൻപെന്നത്തെക്കാളും വർദ്ധിച്ച ഭൂരിപക്ഷവും നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും, റെയിൻബോ ടിവിയുടെ ഭാഗത്തു നിന്നും നേരുകയാണ്. ഓക്കെ, മണ്ഡലത്തിൻ്റെ തുടർ വികസനം, വാഴൂർ സോമൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ LDF വന്നാൽ മാത്രമേ മുഖ്യമന്ത്രി തന്നെ ഇവിടെ മണ്ഡലത്തിൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. പാമ്പനാട്ടിൽ നിന്നും ലാലുവിനൊപ്പം ജിക്കോ വളപ്പിൽ.